നമസ്കാരം. അപ്പോൾ ഇന്നിപ്പോൾ ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ ഗബ്രിയുടെ എൻട്രി വളരെ സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് വന്നത്. എന്തായാലും ഒത്തിരി കണ്ടസ്റ്റൻസ് പുറത്തേക്ക് പോയതിന് ശേഷം തിരികെ വന്നപ്പോൾ ഇത്ര ഭംഗിയായിട്ട് ആരും വന്നിട്ടില്ല. വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫേസിലുണ്ടായ ഒരു സന്തോഷം, ശരിക്കും പറഞ്ഞാൽ ഒത്തിരി മീഡിയാസുകൾ പറയുന്നത് അദ്ദേഹത്തിന് സ്വർഗം കിട്ടിയെന്നുള്ളതാണ്. എന്താണ് ഈ സ്വർഗം? എന്താണ് ഉദ്ദേശിക്കുന്നത്? ജാസ്മിനെ കാണുന്നതാണോ ഈ സ്വർഗം? അത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഈ സ്വർഗം? ശരിക്കും പറഞ്ഞാൽ ഒത്തിരി മീഡിയാസുകളിൽ വരുന്നത് ഗബ്രിക്ക് സ്വർഗം കിട്ടി, സ്വർഗം കാണാൻ പറ്റി എന്നുള്ളതൊക്കെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി കൊലം മാസമായിരുന്നു. ശരിക്കും സിനിമ സ്റ്റാറുകൾ വരുന്നൊരു പ്രതീതിയായിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം രതീഷിനെ വിളിക്കുന്നു. രതീഷിനെ കണ്ടതിന് ശേഷം ഉറ്റ സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാം, ജാസ്മിനെ വിളിക്കാൻ പറയുന്നു. ജാസ്മിനെ കിച്ചണിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു. രതീഷ് പോയി വിളിച്ചതിന് ശേഷം ജാസ്മിൻ കിച്ചണിലേക്ക് വന്നു. പെട്ടെന്ന് ഗബ്രിയെ കണ്ടതും ജാസ്മിൻ നെട്ടിത്തെറിച്ചു, ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊന്നും നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഒത്തിരി സങ്കടവും സന്തോഷവുമായ ഒത്തിരി രംഗങ്ങളാണ് ഇന്നിപ്പോൾ ഗബ്രി വന്നതിന് ശേഷം ജാസ്മിൻ്റെ ഫേസിൽ കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഒരു കട്ട കാത്തിരിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഗബ്രിയൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന പോലെ ഫീൽ ചെയ്തു. അവരുടെ ഫേസിലൊക്കെ ഒത്തിരി എക്സ്പ്രഷൻസ് വന്നായിരുന്നു. ഗബ്രിയുടെ കയ്യിൽ കയറി പിടിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ. തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളിൽ ഈ ഗബ്രി വന്നതിന് ശേഷം ഇന്ന് രാവിലെ മുതൽ ജാസ്മിനെയും ഗബ്രിയെയും കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ചികഞ്ഞ് മെനയുന്നുണ്ട്. അത് സമൂഹ മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഗബ്രിയെയും ജാസ്മിനെയും അറ്റാക്ക് ചെയ്യുന്നത്? പ്രേക്ഷകരുടെ അഭിപ്രായം പഴയ ബിഗ് ബോസ് ഹൗസ് തിരികെ കിട്ടിയെന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇവർ തമ്മിൽ ഒരുമിച്ച് ചേർന്നാൽ വീണ്ടും വള്ളിയാകുമോ എന്നുള്ളത് നിങ്ങളുടെ കമൻസ് വഴി അറിയിക്കുക. വെയിറ്റിംഗ്.